കശ്മീരിലെ ആദ്യത്തെ മണി പ്രഭാതം. ഇപ്പോൾ 6:30 മണിയായിട്ടേ ഉള്ളൂ. കണ്ടാൽ ഒരു നമ്മുടെ നാട്ടിലെ ഒരു 8 മണിയുടെയൊക്കെ പ്രതീതിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ 4 മണി കഴിയുമ്പോഴേ വെളുത്തു തുടങ്ങും. പൂക്കളുടെ ഒരു പർദീസ് എന്നൊക്കെ പറയാം നമുക്ക് കശ്മീരിനെ. ഇവിടെ ഞങ്ങൾ താമസിക്കുന്നതിനടുത്ത് അവർ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് പൂക്കളുമുണ്ട്. ശരിക്കും പൂക്കളിൻ്റെ ഒരു അവസ്ഥയെ കാണാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്ഥലങ്ങളൊക്കെ തുറന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. പിന്നെ പറ്റുന്നിടത്തോളം ഒക്കെ കാണാമെന്ന് വിചാരിക്കുന്നു. ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിലാണ്. വന്ദേ ഭാരത് ട്രെയിനിൽ ചെനാബ് ബ്രിഡ്ജ് കാണാനായിട്ട് പോവാണ്. ചെനാബ് നദിക്ക് കുറുകെ വേൾഡിൽ ഏറ്റവും വലിയ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നു. അതൊന്ന് കാണണ്ടേ? അരമണിക്കൂറോളം സ്റ്റോപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. എനിവേ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു. അത്യാവശ്യം തിരക്കുണ്ട്, പഴയ തിരക്കുണ്ടോന്ന് ചെയ്യാന്നാണ് പറയുന്നത്. ഒരേ സ്ഥലത്തുള്ള കുന്നുകളാണ്. ഒരെണ്ണം ഇതാ ഒരു മഞ്ഞ കലർന്ന പച്ചപ്പോടുള്ളത്, മറ്റൊരു വെള്ള കളറിൽ. തൊട്ടടുത്ത് തന്നെ നോക്കുമ്പോൾ മഞ്ഞ നിറം. അങ്ങനെ പല നിറത്തിലാണ് ഇവിടുത്തെ പാറകൾ വരിക. മീൻസ് പാറകളല്ല, കുന്നുകൾ വരിക. വീടുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചരിച്ച് വാർത്തതാണ്. മേലെ ഷീറ്റ് ഇട്ടിട്ടുണ്ടാവും. ഓടിട്ടാലും മേലെ അവരിങ്ങനെ ഷീറ്റ് ഇടുന്നത്. അതെന്തിനെന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞ് വന്ന് വീഴുമ്പം അത് നേരെ ഒലിച്ചങ്ങ് പോവാം. അതിനകത്തൊരു ചെറിയൊരു ബ്രേക്കറും കൂടെ വെച്ച് കൊടുക്കാറുണ്ട് പല വീടുകളിലും. ബ്രേക്കർ, അതായത് നേരെ വന്ന് ഇടിച്ച് മഞ്ഞ് വീണിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കും. പക്ഷേ ഇവിടെ ഇതിനകത്ത് അത് കാണുന്നില്ല. പല വീടുകളിലും അങ്ങനെ ഒരു ബ്രേക്കറും കൂടി കാണാൻ സാധിക്കാറുണ്ട്. कटरा वंदे भारत घोड़े चले वंदे भारत 11 कटरा टिकट के साथ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബ്രിഡ്ജിൻ്റെ മേലെ കൂടെയാണ് പോകുന്നത്. ചെനാബ് നദിക്ക് കുറുകെയായിട്ട് വെച്ചിരിക്കുന്ന ചെനാബ് പാലം.